നമസ്കാരം. നിലമ്പൂർ MLA PV അൻവറിൻ്റെ പത്രസമ്മേളനം ഒരു തമാശ കഥ പോലെയാണ് കേരളീയ സമൂഹം കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പറയുന്നതോ വലിയ വലിയ കാര്യങ്ങൾ. മറുനാടനെതിരെ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ താങ്കൾ നടത്തി, എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചു. ഇപ്പോഴും താങ്കൾ അടിവരയിട്ട് പറയുന്നു മറുനാടൻ രാജ്യദ്രോഹിയാണ്, മറുനാടൻ പോലീസിൻ്റെ അതീവ രഹസ്യമായ വയർലെസ് സന്ദേശങ്ങൾ ചോർത്തിയെടുത്ത് പാകിസ്ഥാനിലേക്ക് വിറ്റ് കാശുണ്ടാക്കി. പടുവിഡ്ഢിത്തമേ അൻവർ പറയൂ എന്ന് സമൂഹം ആദ്യം മനസ്സിലാക്കിയത് അതോടെയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ 150 കോടി രൂപ കർണാടകയിൽ നിന്നും ആംബുലൻസിൽ കൊണ്ടുവന്നിട്ട് അത് നിക്ഷേപിക്കാൻ തിരിച്ച് കർണാടകയിലേക്ക് കൊണ്ടുപോയി എന്ന പൊട്ടത്തരം ജനങ്ങൾ കേട്ടതാണ്. കാർമേഘങ്ങളെ ജപ്പാൻ കേരളത്തിൽ നിന്നും അടിച്ചു മാറ്റുന്നു എന്ന പടുവിഡ്ഢിത്തം ജനങ്ങൾ കേട്ടതാണ്. അതുകൊണ്ട് മിസ്റ്റർ അമ്പൂക്ക, താങ്കൾ ഇനി സത്യം പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ല. എനിക്കൊരു വളരെ വിഷമമുള്ളൊരു കാര്യമുണ്ട്. ADGP അജിത് കുമാറിൻ്റെ വീഴ്ച ഞാൻ ആഗ്രഹിച്ചതും കാത്തിരുന്നതുമാണ്. പക്ഷെ പറയുന്നത് താങ്കളായതുകൊണ്ട് അജിത് കുമാറിനെതിരെ ശബ്ദിക്കാൻ എനിക്ക് പോലും സാധിക്കുന്നില്ല. കാരണം താങ്കളുടെ വാക്കുകൾക്ക് എന്ത് വിലയാണുള്ളത്. കേരളീയ സമൂഹം ഇതുപോലെ വില കൊടുക്കാത്തൊരു മനുഷ്യനുണ്ടെങ്കിൽ അത് മിസ്റ്റർ നിലമ്പൂർ MLA താങ്കൾ മാത്രമാണ്. ഇതുപോലെ വിവരക്കേടുകൾ വിളിച്ചു പറയുന്ന, വിഡ്ഢിത്തം പുലമ്പുന്ന, തിരുമണ്ടനായ ഒരു ജനപ്രതിനിധിയെ നിലമ്പൂറുകാർ എന്തിന് തെരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് മാത്രമേ ഉത്തരം കിട്ടേണ്ടതായി ബാക്കിയുള്ളൂ. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല, അൻവർ സൂത്രശാലിയാണ്. ഈ പടുവിഡ്ഢിത്തങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഞാൻ ഇന്ന് റിപ്പോർട്ടർ ചാനലിൻ്റെ അടിയിലെ പല കമന്റുകളും നോക്കുകയാണ്. അൻവർ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവരുന്ന ആളായി വിശ്വസിക്കുന്ന വിഡ്ഢികളുണ്ട്. മാമി എന്നു പേരുള്ള കോഴിക്കോട് ഒരു ബിസിനസ്സുകാരനെ കഴിഞ്ഞ് 1 വർഷമായി കാണാനില്ല. അയാളെ ആരോ ദുരൂഹമായി തട്ടിക്കൊണ്ടുപോയതാണ്. അയാളെ കണ്ടെത്താനുള്ള ജനങ്ങളുടെ ഗ്രൂപ്പിൽ ഞാനുണ്ട്. അതിലൊക്കെ ADGP അജിത് കുമാർ ഇതിന്റെ ഏകോപനം നടത്തുന്നത് കൊണ്ടാണ് നടക്കാത്തത്, കണ്ടോ അഴിമതിക്കാരനാണ് എന്ന തരത്തിൽ ചില പ്രതികരണങ്ങൾ വരുമ്പോൾ വിഡ്ഢികളാണ് ജനങ്ങളും എന്ന് തിരിച്ചറിഞ്ഞ് വിഷമിക്കുകയാണ് ഞാൻ. അൻവർ വായിൽ തോന്നുന്നു വിളിച്ചു പറയും. അൻവറിന് പ്രത്യേകിച്ച് ലൈസൻസ് ഇല്ല. ഏറ്റവും കൂടുതൽ മറുനാടനെ കുറിച്ച് പറഞ്ഞത് 2 കോടി രൂപ ADGP അജിത് കുമാറിന് കൈക്കൂലി കൊടുത്തെന്ന. അജിത് കുമാറിന് 2 കോടി കൊടുത്തു എന്ന് വേണ്ട, ആർക്കെങ്കിലും മറുനാടൻ കൈക്കൂലി കൊടുക്കുകയോ ആരോടെങ്കിലും മറുനാടൻ എന്തെങ്കിലും ഒരു പൈസയെങ്കിലും അനധികൃതമായി കണക്കിൽപ്പെടാതെ കൈപ്പറ്റുകയോ ചെയ്തു എന്ന് തെളിയിച്ചാൽ എനിക്കുള്ള വാഗ്ദാനം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ചെയ്യാമെന്നുള്ളതാണ്. മറുനാടൻ വേണമെങ്കിൽ അങ്ങ് വിട്ടുതരാം, ഇനി വേണമെങ്കിൽ നിർത്താം, നിങ്ങൾ പൂട്ടിക്കാൻ നടക്കേണ്ട പൂട്ടിക്കോട്ടെ, എന്തു വേണമെങ്കിലും ചെയ്യാം. ഇത്രയും വലിയ വിഡ്ഢിത്തം വിളമ്പുന്ന ഒരാൾക്ക് എന്തുകൊണ്ടാണ് ചാനലുകൾ ഇടം കൊടുക്കുന്നത് എന്ന് മാത്രമാണ് മനസ്സിലാവാത്തത്. ഇന്ന് എന്തൊക്കെയാണ് പുലമ്പിയത്? മുഖ്യമന്ത്രിക്കെതിരെയാണ്, ആഭ്യന്തര വകുപ്പിനെതിരെയാണ്, മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ P ശശിക്കെതിരെയാണ്. ഈ തോന്നിയാസങ്ങൾക്കെല്ലാം കൂട്ടുനിൽക്കാൻ മുഖ്യമന്ത്രി സെലക്ട് ചെയ്ത ഇത്രയും കാലം എല്ലാ വൃത്തികേടുകൾക്കും നേതൃത്വം കൊടുത്ത ADGPക്കെതിരെയാണ് അൻവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത്രയും CPM വിരുദ്ധമായ, പിണറായി വിരുദ്ധമായ ഒരു പ്രസ്താവന പ്രതിപക്ഷം പോലും ഉണ്ടാക്കിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ADGP സ്വർണ്ണക്കടത്തിലെ ഏജന്റാണത്രേ. അജിത് കുമാറിന്റെ ഭാര്യയുടെ ആങ്ങളമാർ സ്വർണ്ണക്കടത്തുകാരാണത്രേ. കോടിക്കണക്കിന് രൂപ അഴിമതിയോടെ സമ്പാദിക്കുന്ന ആളാണത്രേ. അജിത് കുമാറിനോട് പോലീസ് ഓഫീസർ എന്ന നിലയിൽ ഒരു ബഹുമാനവും എനിക്കില്ല, അന്നുമില്ല ഇന്നുമില്ല. കേരള പോലീസിന്റെ ഇപ്പോഴത്തെ ദുരവസ്ഥയുടെ പൂർണ്ണ ഉത്തരവാദിത്വം അജിത് കുമാർ തന്നെയാണ്. CPM പറയുന്നത് പോലെ, പിണറായി പറയുന്നത് പോലെ, അൻവർ പറയുന്നത് പോലെ ഒക്കെ ചെയ്ത് പോലീസിന് അന്തസ് കെടുത്തി പാവപ്പെട്ട പോലീസുകാരെ കൊലയ്ക്ക് കൊടുത്ത മനുഷ്യനാണ് അജിത് കുമാർ. പക്ഷെ അജിത് കുമാർ അഴിമതിക്കാരനാണെന്ന് അജിത് കുമാറിന്റെ ശത്രുക്കൾ പോലും പറയില്ല. അങ്ങനെയാണെങ്കിൽ 15 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് ഗോൾഫ് ലിങ്സ് റോഡിൽ അജിത് കുമാർ 10-20 സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട് വീട് വയ്ക്കാൻ. അതിന് അന്ന് 2 ലക്ഷം രൂപയായിരുന്നു സെന്റിന് കൊടുത്തത്. എഴുതിയത് എത്രയാണെന്ന് എനിക്കറിയില്ല. ആ സ്ഥലത്ത് ഇപ്പോഴും വീട് പണി പൂർത്തിയായിട്ടില്ല. അജിത് കുമാറിന് ഇപ്പോഴും സ്വന്തമായി വീടില്ല. അജിത് കുമാറിന്റെ ഭാര്യ വീട്ടുകാർ തൃശ്ശൂരുകാരാണ്. അവർക്ക് പരമ്പരാഗതമായി സ്വർണ്ണ നിർമ്മാണ ബിസിനസ് ഉണ്ട്. തൃശ്ശൂരിലെ സ്വർണ്ണ നിർമ്മാണ ബിസിനസിനെ കുറിച്ച് ആർക്കും അറിയാത്തത് കൊണ്ടാണ്. അവരാണ് യഥാർത്ഥ സമ്പന്നർ. ആ സ്വർണ്ണ നിർമ്മാണ ബിസിനസിന്റെ അറ്റത്ത് പിടിച്ചുകൊണ്ട് സ്വർണ്ണക്കടത്തിലെ ഏജന്റാണ് എന്നൊക്കെ പറയുന്നത് അല്പമെങ്കിലും ലജ്ജ വേണ്ടേ, അല്പമെങ്കിലും ഉളുപ്പ് വേണ്ടേ? ഞാൻ അജിത് കുമാറിനെ ന്യായീകരിക്കാൻ ആരുമല്ല, എനിക്കതിന്റെ ആവശ്യവുമില്ല. പക്ഷേ ഈ പറയുന്നതൊക്കെ വിഡ്ഢിതമാണ്. ഞാൻ ഇന്നലെ ഏതൊരു പത്രത്തിൽ നൊട്ടോറിയസ് ക്രിമിനലാണ് ADGP അജിത് കുമാർ എന്ന് പറഞ്ഞാൽ ഈ MR അജിത് കുമാറിന്റെ റോൾ മോഡൽ ഒരു പക്ഷേ ദാവൂദ് ഇബ്രാഹിം ആണോ എന്ന് സംശയിച്ചു. ദാവൂദ് ഇബ്രാഹിമിനോടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. കേരള പോലീസിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥനെ കുറിച്ചാണെന്ന് ഓർക്കണം. എന്റെ സങ്കടം ഞാൻ പറഞ്ഞല്ലോ. ഈ ആരോപണം ഉന്നയിച്ചത് അൻവർ അല്ലാതെ വിശ്വാസ്യതയുള്ള ഒരാളായിരുന്നെങ്കിൽ ഏറ്റവും അധികം ആഹ്ലാദിക്കുന്നത് ഞാനായിരുന്നു. അജിത് കുമാറിന്റെ വീഴ്ച കാത്തിരിക്കുന്ന
അനേകം പേരുണ്ട് കേരള പോലീസിൽ തന്നെ. അൻവർ പറഞ്ഞതുപോലെ 90% പേർക്കും അജിത് കുമാർ വീണ് കാണാനാണ് താല്പര്യം. പക്ഷെ അവർക്ക് പോലും ഇത് കേട്ടിട്ട് ചിരി വരുന്നു. അവരാരും ഇക്കാര്യത്തിൽ അജിത് കുമാറിനെതിരെ നിൽക്കില്ല. കാരണം മറുവശത്ത് അൻവറാണ്. സുജിത് ദാസ് എന്ന് പറയുന്ന ഒരു IPS കാരൻ സകല പോലീസുകാരുടെയും സകല IPSകാരുടെയും ആത്മാഭിമാനത്തെ മുറിവേൽപ്പിച്ചുകൊണ്ട് എന്തൊക്കെ വിഡ്ഢിത്തങ്ങൾ പറഞ്ഞു, അത് മുഴുവൻ റെക്കോർഡ് ചെയ്ത് പുറത്ത് കാണിച്ച് പോലീസിനെ നാണം കെടുത്തിയ അൻവറിനൊപ്പം ചേരാൻ ആരും ധൈര്യം കാണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അൻവറിനെ ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. അജിത് കുമാറിനെതിരെയുള്ള ആരോപണം അൻവർ ഉയർത്തിയതിന് പകരം ഉത്തരവാദിത്വമുള്ള ആരെങ്കിലും അല്ലെങ്കിൽ പ്രതിപക്ഷമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നോർത്ത് നിരാശപ്പെടുകയാണ് ഞാൻ. അൻവർ പറയുന്നത് കൊണ്ട് തന്നെ ഒരു കഥയുമില്ല എന്നറിയാം. മറുനാടൻ രാജ്യദ്രോഹ കുറ്റം ചെയ്തു എന്ന് പറയുന്ന അതേ അൻവർ തന്നെ കേരള പോലീസിലെ ADGP അടക്കം മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുടെ ടെലിഫോൺ സംഭാഷണങ്ങൾ ചോർത്തിയെന്ന് കുറ്റസമ്മതം നടത്തുന്നു, മാപ്പ് പറഞ്ഞുകൊണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തി ഞാൻ ചെയ്തു. പല പോലീസ് ഓഫീസർമാരുടെയും ഫോൺ കോൾ ഞാൻ ചോർത്തി. അത് ചിലത് ഞാൻ ടെലികാസ്റ്റ് ചെയ്തു. ഇനിയും ഒരുപാട് കോളുകൾ ടെലികാസ്റ്റ് ചെയ്യാനുണ്ട്. ഇങ്ങനെ ചെയ്യേണ്ടി വന്നതിൻ്റെ ഗതികേട് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ടി വന്നതാണ്. ഇത് കുറ്റമല്ലേ? കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ടെലിഫോൺ സംഭാഷണങ്ങൾ അൻവർ ചോർത്തിയെന്ന്. ഇതിനേക്കാൾ ഗുരുതരമായ കുറ്റകൃത്യം എന്താണ്? ഈ അജിത് കുമാർ മന്ത്രിമാരുടേതടക്കമുള്ള മാധ്യമപ്രവർത്തകരുടെ അടക്കമുള്ള ടെലിഫോൺ സംഭാഷണങ്ങൾ ചോർത്തുന്നു എന്ന ആരോപണമുണ്ട്. ഒരു പ്രത്യേക സംവിധാനം തന്നെ ഒരുക്കിയിട്ടുണ്ട് സൈബർ സെല്ലിൽ. എല്ലാ മന്ത്രിമാരെയും ഫോൺ കോളുകൾ ചോർത്തുന്നുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരുടെയും ഫോൺ കോൾ അവിടെ ചോർത്തുന്നുണ്ട്. ഈ നിൽക്കുന്ന പത്രക്കാരായ നിങ്ങളുടെയും ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഫോൺ കോൾ ചോർത്തുന്നുണ്ടാവും. അപ്പൊ അതിൽ ചെറിയൊരു വിശ്വാസക്കുറവ് വന്നു. ആർക്ക്? MR അജിത് കുമാറിന്. സ്വന്തം പാർട്ടിക്കെതിരെ, സ്വന്തം സർക്കാരിനെതിരെ, സ്വന്തം നേതാക്കൾക്കെതിരെ അവർ സൃഷ്ടിച്ച പോലീസ് സംവിധാനത്തിനെതിരെ ബഹളം വെക്കുന്നു. കഴിഞ്ഞ കുറേ കാലമായി അജിത് കുമാറിനെതിരെയും കേരള പോലീസിനെതിരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ അൻവറും ആവർത്തിക്കുന്നു. അൻവർ പറയുന്നത് കൊണ്ട് മാത്രം അത് ഏറ്റെടുക്കാൻ ഈ സമൂഹത്തിന് കഴിയുന്നില്ല. അൻവർ ഇന്ന് വരെ പറഞ്ഞ ഒരു കാര്യമെങ്കിലും തെളിയിച്ചിട്ടുണ്ട്. തെളിവുകൾ ധാരാളമുണ്ട്. തനിക്ക് എന്തൊക്കെയോ കിട്ടുന്നെന്ന് പറഞ്ഞ് ഒന്നെങ്കിലും തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മറുനാടൻ വർഗീയത പ്രചരിപ്പിക്കും. റിപ്പോർട്ടർ ചാനൽ എടുത്ത് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. വലിയ ആ സ്ക്രീൻ മുഴുവൻ നിറച്ച് ഷാദ് നിസ്കറിയ വർഗീയവാദി. കേരളത്തിൽ വർഗീയത മാത്രം വിളിച്ചു പറയുന്ന അനേകം നേതാക്കന്മാരുണ്ട്. വാ തുറന്നാൽ മുസ്ലിം വിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയും ക്രിസ്ത്യൻ വിരുദ്ധതയും ഒക്കെ പറയുന്ന മത നേതാക്കളുണ്ട്. മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ വർഗീയ പ്രചരണത്തിന് വേണ്ടി മാത്രം നടക്കുന്നതാണ്. ഞാൻ അങ്ങനെ പറഞ്ഞു ഒരു വർഗീയത, ആയിരക്കണക്കിന് വീഡിയോകൾ ഞാൻ വർഗീയത പറയുന്നു എന്ന് പറഞ്ഞു. ഒരു വർഗീയത, ഒരു മുസ്ലിം വിരുദ്ധത പറഞ്ഞു കാണിക്കൂ. ഞാൻ ഒരു കാലത്തും പ്രവാചകനെതിരെയോ ഇസ്ലാമിനെതിരെയോ ഖുറാനെതിരെയോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇസ്ലാമിന്റെ മറവിലുള്ള പൊളിറ്റിക്കൽ അജണ്ട, ഭീകര പ്രവർത്തനം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, ഇനിയും പറയും. അതിലാർക്കും തടയാൻ കഴിയില്ല. പക്ഷെ പച്ച വർഗീയത പറയുന്നവരോട് ഒരു കുഴപ്പവുമില്ല. ഇങ്ങനെ പച്ച കള്ളങ്ങൾ പറഞ്ഞ് അങ്ങനെ ഒരു എക്കോസിസ്റ്റം സൃഷ്ടിച്ച് അതിന്റെ പേരിൽ എന്തെങ്കിലും നേടാൻ ഉദ്ദേശിക്കുന്നുണ്ടാവാം. ഇനി ഒരുപക്ഷെ മന്ത്രിസ്ഥാനം കിട്ടാത്തത് കൊണ്ട് ഇവരോട് ഉടക്കി ധീരനായി പുറത്തു വന്ന് ലീഗിന്റെയോ കോൺഗ്രസിന്റെയോ ഒക്കെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് UDF സർക്കാരിൽ മന്ത്രിയാവാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ അൻവർ, താങ്കൾക്കൊരു വിശ്വാസവുമില്ല. താങ്കളെ പോലും നുണ പറയുന്ന, സത്യത്തിന് നേരെ പല്ലിളിച്ച് കാട്ടുന്ന ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളെ കേരളീയ സമൂഹം വിശ്വസിക്കില്ല. താങ്കൾ ഏത് പാർട്ടിയിൽ പോയാലും താങ്കൾ കാട്ടിക്കൂട്ടുന്നത് എല്ലാം വൃത്തികേടുകളാണ്. എന്തെല്ലാം നിയമവിരുദ്ധ പ്രവർത്തികൾ ചെയ്തു. ഇതിനെയൊക്കെ സംരക്ഷിച്ച പോലീസും സർക്കാരും ഇപ്പൊ അവരെ തള്ളി പറയുന്നു മറുകണ്ഠം ചാടാൻ വേണ്ടി. അൻവറെ, താങ്കൾ മറുനാടനെ പൂട്ടിക്കെട്ടാനുള്ള 1 വർഷം നീണ്ട പ്രയത്നം തോറ്റുപോയതിന് നിരാശ മനസ്സിലാകാം. പക്ഷെ ഈ നിരാശയിൽ ഭ്രാന്ത് പിടിച്ചവനെ പോലെ ഇങ്ങനെ പുലഭ്യം വിളിച്ച് പറയരുതേ, പുലമ്പരുതേ. ഈ നാട്ടിലെ ജനങ്ങൾക്ക് സാമാന്യ ബോധമുണ്ടെന്ന് തിരിച്ചറിയുക. താങ്കൾ പറയുന്ന പൊട്ടത്തരങ്ങൾ കേട്ട് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളല്ല മലയാളികൾ എന്ന് തിരിച്ചറിയുക. അങ്ങനെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഗതി വിധി എന്നോർത്ത് ആശ്വസിക്കാം.